ये एक चतुर तरीका था किसी अन्य थाली है। ओके। वाह। This price is ഒരു വണ്ടിയിൽ എവിടെ ഇത്
ബുധനാഴ്ച വൈകിട്ട് മുതൽ വ്യാഴം വെള്ളി ഈ 3 ദിവസം കഴിഞ്ഞു പോയത് വാസ്തവത്തിൽ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അത്ര രസകരമായിട്ടാണ് എല്ലാ യാത്രകളും തുടങ്ങിയ മുതൽ ഇപ്പോൾ നമ്മൾ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞു പോയത്. ഞാൻ ആഹോ ഡേയ്സിൽ 2ാമത് തവണയാണ് പോയി. ഞാൻ മാത്രം ഫാമിലിയില്ല. ഞാൻ ഒരിക്കൽ കാശ്മീർ യാത്രയിൽ പോയിട്ടുണ്ട്. അത് 46 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചു കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് 15 പേര് ഉൾപ്പെടുന്ന ഒരു സന്തുഷ്ട കുടുംബമാണ് ആഹോ ടീമിനോടൊപ്പം യാത്ര നടത്തിയത്. നമ്മുടെ ഐറ്റിനറിയിൽ പറഞ്ഞിട്ടുള്ള പരമാവധി സ്ഥലങ്ങൾ ചിലത് നമ്മൾ അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പറയാത്ത സ്ഥലം കിട്ടുകയും ചെയ്തു. പറഞ്ഞ സ്ഥലങ്ങൾ ചിലത് മാറ്റേണ്ടി വരും. അതങ്ങനെയാണ് ഏതൊരു യാത്രാ പ്ലാനിങ്ങിലും ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഐറ്റിനറി 100% പൂർത്തീകരിച്ചു എന്ന് അഭിമാനിക്കാം. കാരണം നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. സാധാരണ തണുപ്പിലേക്ക് നമ്മൾ വരേണ്ടത്. ചൂടിലേക്ക് വന്നാലും പരമാവധി നമ്മൾ സഹകരിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേർന്നുള്ളത് ഒരു മെറിറ്റാണ്. ഭക്ഷണം സാധാരണ യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രശ്നം വരിക ഭക്ഷണമാണ്. ഭക്ഷണത്തിലും 100% വിജയം വരിച്ചിട്ടുണ്ട്. ഇനി യാത്ര നല്ല സുഖകരമായി ശീതളമയുള്ള ഒരു വാഹനം തന്നെ തയ്യാറാക്കി മൊത്തത്തിൽ ഞാൻ ഈ ടൂറിനെ 100ൽ 99 മാർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റുള്ളവർക്കും അതുതന്നെയായിരിക്കും അഭിപ്രായം എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ ഭാര്യയാണ്. പുള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഇതുകൾ നോക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടൂറുണ്ട്, 5500 രൂപ മറ്റേ പറയുന്നത്, നമുക്ക് പോയാലോ എന്താ ചോദിക്കും. നമുക്ക് പോയാലോ ചോദിക്കില്ല, ഞാൻ പോകണ്ട് പോരണ്ടെന്ന് ചോദിച്ചു. ആളത്രയ്ക്ക് ഇതാണ്. ഞാൻ എന്നെ കൂടാണ്ട് മലേഷ്യ പോയി. ഞാൻ വന്നിട്ട് വിയറ്റ്നാം പോയതിനു ശേഷം ആൾ മലേഷ്യ പോയി. വിമാനത്തിലൊക്കെ കയറാൻ പേടിയായിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു പേടിയുമില്ല. അപ്പോൾ ഈ ICDSൻ്റെ പ്രോഗ്രാം ജില്ലാ പ്രോഗ്രാം ഓഫീസറായിട്ട് നിൽക്കാറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ടൂർ പ്രോഗ്രാം ഓഫീസറായി മാറും മേഡം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടൂർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ടൂർ അങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ വോയിസൊക്കെ തന്നായിരുന്നു. അതിനിപ്പോൾ ആദ്യത്തെ വോയിസ് വന്നത് മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എനിക്ക് താല്പര്യം തോന്നി എങ്ങനെയൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ളത്. ചില പരീക്ഷ ആൾ വന്നില്ല. എന്തായാലും മറ്റേ സാറ് പറഞ്ഞ പോലെ നല്ലൊരു ടൂറായിരുന്നു. അത് നമ്മൾ കമ്പയർ ചെയ്യാൻ നമ്മൾ മറ്റ് ടൂറുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നോക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ ഹൈദരാബാദ് ടൂർ പോയി. അത് ഇത്രയും അങ്ങോട്ട് നമുക്ക് മനസ്സിലേക്ക് ഇണങ്ങുന്ന പോലെ ആയിരുന്നില്ല. ഒന്ന് അവരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതുണ്ട്, അത് ഒരു ഇതായിരുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒത്തു പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവർ വിളിക്കാറുണ്ട്, നമുക്ക് പോകാറില്ല. എന്നെ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാരണം നമ്മൾ ഈ തമാശ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിലൊരു ടൂറ് ബിജു സാറിന് അത് ചെയ്യാൻ പറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഇതിലൊക്കെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് തോന്നി. അല്ല, അതായത് നമുക്ക് ഉദരത്തിന് ഇതുവരെ കേടൊന്നും പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും അതുപോലെ ഈ യാത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കറക്റ്റായിട്ട് എത്തി, എല്ലാം അറേഞ്ച് ചെയ്തു. എന്തായാലും എൻ്റെ ഫാമിലിയുടെ എല്ലാ വിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും ടൂർ ഓഫർ ചെയ്ത താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മളുടെ യാത്ര, അതുപോലെ തന്നെ ഭക്ഷണം, നമ്മളുടെ താമസം എല്ലാം നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ടൂർ മാനേജറുടെ ഒരു കഴിവ് കൂടിയാണ്. അതിലെല്ലാം ഏതാണ്ട് 100% വിജയിച്ചു. എല്ലാ കാര്യങ്ങളും കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്ഥലങ്ങൾ കൂടുതൽ ആസ്വാദികരമാക്കാൻ സാധിച്ചു. നമ്മളുടെ ഈ വിനോദയാത്ര വളരെ വിജയമായിരുന്നു. എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും, ഒപ്പം നമ്മളുടെ കോർഡിനേറ്റർ ആഹോ ട്രാവൽസ് എല്ലാവർക്കും എൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും. ഒപ്പം ഇനിയും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾക്ക് ഒന്നിക്കാൻ സാധിക്കട്ടെ. അതിനേക്കാളുപരി നമ്മളൊരു മത സൗഹാർദ്ദ യാത്രയായിരുന്നു ഇത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനെല്ലാത്തിലും വിജയം കാണാൻ സാധിച്ചതിൽ നമ്മുടെ കോർഡിനേറ്ററായ ബിജു മാത്യു സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുണ്ട്. ആയിക്കോട്ടെ. ഒരു ഔപചാരികമായ ഒരു
സംസാരം എന്നല്ല എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ ബിജുമാഷായിട്ട് 1994 മുതൽ DPP വന്ന ആ വർഷം മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ BRC വഴി ഉള്ള സ്കൂളിൽ RP-മാരായിട്ടുള്ള ബന്ധവും ടീച്ചേഴ്സ് മാഷ് കുറേ ഞങ്ങളുടെ പരിപാടിയിലേക്കുള്ള ബന്ധവും ഞങ്ങളുടെ സയൻസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു RP ആയിരുന്നു. മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് ഒട്ടുക്ക് ഏറ്റവും കരുത്തനായൊരു സയൻസ് അധ്യാപകനായിരുന്നു മാഷ്. അതിൻ്റെ കൂടെയാണ് ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുള്ള യാത്രകൾ, ഒരുപാട് യാത്രകൾ മാഷ് കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫാമിലി ആയിട്ടും ഞങ്ങളായിട്ടും എൻ്റെ മക്കളായിട്ടും ഒക്കെ. അപ്പോൾ മാഷുമായിട്ടുള്ള ഈ മാഷ്ക്ക് ഇത് യാത്ര സംഘടിപ്പിക്കുക എന്നുള്ളതൊരു വിഷയമല്ല. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരെ കൂട്ടിയിട്ട് വേണമെങ്കിലും യാത്ര നടത്താൻ, അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ, വേണ്ട രൂപത്തിൽ അങ്ങനെ ഭംഗിയാക്കാൻ കഴിവുള്ള ഒരു അധ്യാപകൻ എന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ മേഖലയാണെങ്കിലും വളരെ കരുത്തുറ്റ ഒരു മഹാനെന്നെയാണ് നമ്മുടെ ബിജുമാഷ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോ പ്ലാനും വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ഓരോ സ്റ്റെപ്പും. ആരൊക്കെയാണോ ഉള്ളത് അവരെയൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ മനസ്സിലാക്കുകയും അവരെയൊക്കെ ആ യാത്രയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും അവരെയൊക്കെ തന്നെ വേണ്ട പരിഗണന നൽകിക്കൊണ്ട് ഈ ഒരു യാത്ര, ഏത് യാത്രയാണെങ്കിലും അതിനെയൊക്കെ ഒന്ന് സമന്വയിപ്പിച്ച് അവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള യാത്രകൾ തയ്യാറാക്കുന്ന വ്യക്തിയാണ് ബിജുമാഷ്. അപ്പോൾ ഇന്നത്തെ യാത്രയും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും, കാരണം ബിജുമാഷ് കൂടെ അതങ്ങനെ പോവുക, അതൊന്നും ഞങ്ങൾക്കൊരു അതിനെക്കുറിച്ചുള്ളൊരു അവരാധിയോ ചിന്തയോ കാര്യമൊന്നുമില്ല. അതൊക്കെ ഓക്കെ, നമുക്കങ്ങനെ ബാഗ് തൂക്കി അങ്ങനെ നടന്നാൽ മതിയല്ലോ, ആ ഒരു ചിന്ത ഞങ്ങൾക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ കൂടെ എല്ലാം സപ്പോർട്ടുമായിട്ട് മാഷുണ്ടാവും എന്ന പരിപൂർണ വിശ്വാസം എന്ന് ഞങ്ങൾ ആ വിശ്വാസത്തിലൂടെയാണ് യാത്രകൾ കഴിഞ്ഞു പോകുന്നത്. വേറെ ആർക്കും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഫുഡൊക്കെയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒരു യാത്രയ്ക്കുള്ള ഇടയിൽ വരുന്ന അങ്ങനെയുള്ള ഒരു പ്രയാസവും വിഷമവും അനുഭവിക്കാത്ത ആളുകൾ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഹാപ്പിയാണ്. ഞങ്ങളും വേറെ പ്രയാസങ്ങൾ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്തരം യാത്രകളുടെ കൂടെ ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാവട്ടെ. ഇത്രയായിരുന്നു. എല്ലാ ആശംസകളും നന്ദിയും കടപ്പാടും ബിജുമാഷിനെ അറിയിക്കുന്നു. താങ്ക് യു. ഈ ഗോവ എങ്ങനെയാണ്, അടിപൊളിയാണെന്നൊക്കെ കുറേ വട്ടം നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ കുറേ ദിവസങ്ങൾ പിടിച്ചിട്ടാണ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ സാറിന് നമുക്ക് പറ്റുന്ന അത്രയും സ്ഥലം കാണിച്ചു തന്നു. അതിന് സാറിന് ഭയങ്കര ഒരു അടിപൊളിയാണ് സാറ്. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ റീൽസും ചിലത് ഫ്ലോപ്പായി, ചിലത് സെറ്റായി, അതൊന്നും നമുക്കൊരു കുഴപ്പമില്ല, കാരണം ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ പറയാലോ, എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയത് നിങ്ങളെല്ലാവരും റീലിന് സപ്പോർട്ട് തന്നു. അതാണ് ഏറ്റവും വലിയ, അതിന് നിങ്ങൾക്ക് ഭയങ്കര വലിയ ഇത് പറയുന്നത്. താങ്ക് യു ഫോർ ദാറ്റ് വൺ. ആൻഡ് എല്ലാവരും അടിപൊളിയായിരുന്നു, എല്ലാവരും വൈബാക്കിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് എന്താ പറയാലോ, നമ്മുടെ യാത്ര ട്രെയിനിലാണ്, പിന്നെ ബസ്സിലായിരുന്നു. ചിലതൊക്കെ നമുക്കൊരു സേഫ്റ്റി അല്ലേ എന്ന് വിശ്വസിച്ചു. പക്ഷെ നിങ്ങളുണ്ടായതുകൊണ്ട് അതാണ് പോയത്. നിങ്ങളുണ്ടായതുകൊണ്ട് അത് കുറച്ച് സേഫ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ സത്യം പറയാൻ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ തുടങ്ങിയതാണ് സാറപ്പം പോരില്ല. അപ്പോൾ സാറ് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ട് ഇന്ന എടുത്ത് നടക്കലും അതൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഞങ്ങൾ കുറേ ഓടിപ്പിടിച്ചിലൊക്കെ ഇരുന്നു. അതുകൊണ്ട് പിന്നെന്താ വെച്ചാൽ പിന്നെ കുറേ കാലത്തിന് ശേഷം അങ്ങനെ തോന്നിയിനി. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോൾ എപ്പോഴേലും ട്രിപ്പ് ഉണ്ടാവുള്ളൂ. ഈ ട്രിപ്പ് അടിപൊളിയായി. ഇനി എങ്ങോട്ടേക്ക് ട്രിപ്പ് പോരാൻ പറ്റുമോ അറിയത്തില്ല, ഉറപ്പില്ല. പോരല്ലേ? അതെ പോരാ. ഞാൻ ആലോചിച്ച് നോക്കട്ടെ. അതെ, അതിന് ഞാൻ ഉണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഞാൻ 10ാം ക്ലാസ്സാണ് അടുത്ത പ്രാവശ്യം. എല്ലാവരും പ്രാർത്ഥിക്കണം പറയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് സത്യം പറയാലോ, 10ാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പത്തെ ലാസ്റ്റത്തെ അവസാനത്തെ ട്രിപ്പാണ്. ഇനി അത് കഴിഞ്ഞിട്ടേ ഞാൻ എങ്ങോട്ടും ഉള്ളൂ എന്നാണ്. ഇനി അത് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്താണ് ട്രിപ്പ് കിട്ടെങ്കിൽ നമ്മൾ റിസൾട്ട് നോക്കാതെ അടിപൊളിയാക്കും. ലാസ്റ്റ് വന്നിട്ട് റിസൾട്ട് നോക്കാം. വെറുതെ ട്രിപ്പിന്റെ മൂടാണല്ലോ. മൊത്തത്തിൽ അടിപൊളിയായി. പിന്നെ ട്രെയിൻ യാത്രയായിരുന്നു. ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ കരുതി. പക്ഷെ ട്രെയിനിൽ ഒന്നും അറിയാത്തൊരു പോത്ത് പോലെ കന്നുറങ്ങിയാണ് ഞാൻ. അത് ഞാൻ നോക്കാം. പക്ഷെ ഇടയ്ക്കൊന്ന് നെട്ടി അടിച്ചുള്ളൂ കേട്ടോ. കുറച്ച് നേരം എല്ലാവരും കാണും. പിന്നീട് വളരെ കിടത്തേക്കും ട്രെയിനിൽ നമുക്ക് വലിയ ഇഷ്യൂസൊന്നും തോന്നിയില്ല, ഉറക്കത്തിന് പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ
കിടിലായിരുന്നു. സത്യം പറയല്ലോ, മ്യൂസിയം കാണിച്ചു തന്നതും ഒക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചിലത് വായിച്ച കത്തില്ലല്ലോ, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പെർഫെക്റ്റ്ലി എല്ലാം മനസ്സിലാവുണ്ട്. ആ ഓരോ കാലത്ത് ഓരോ ചെയ്തതിൻ്റെതൊക്കെ പെർഫെക്റ്റ്ലി നമുക്ക് മനസ്സിലാവുണ്ട്. അതിനൊക്കെ ബിഗ് താങ്ക്സ് ആണ്. ശരി, ബൈ.